Hi all, welcome to another video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BSOC 112 റിസർച്ച് മെത്തേഡ്സ് 1 എന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. സോ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് സോഷ്യൽ റിസർച്ചിനെ കുറിച്ചാണ്. എന്താണ് സോഷ്യൽ റിസർച്ച് എന്നും അതിൻ്റെ ചെറിയ ചില ക്യാരക്ടറിസ്റ്റിക്സും ആൻഡ് നമ്മുടെ ചില സോഷ്യൽ തിയറിസ്റ്റുകൾ സോഷ്യൽ റിസർച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചായ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കുറച്ച് പ്രീ കൺസെപ്ഷൻസും ആണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് സോഷ്യൽ റിസർച്ച് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. സോഷ്യൽ റിസർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ ഒരു സോഷ്യൽ റിസർച്ചറാണ് എന്നാണ് പറയപ്പെടുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മനുഷ്യനെന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സാമൂഹിക ജീവിയാണ്, ഒരു സോഷ്യൽ ബീയിങ് എന്ന നിലയിൽ നമ്മൾ സദാ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സറൗണ്ടിങ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഇവൻറ്റുകളായിട്ട് അല്ലെങ്കിൽ പല മോറൽസുമായിട്ട് നമ്മുടെ ചില ബിലീഫ്സ്, കൾച്ചർ, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ പലതിനോടും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുകയാണ്, ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സൊസൈറ്റിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും നമ്മുടേതായിട്ടുള്ള രീതിയിൽ, അതായത് നമ്മുടേതായിട്ടുള്ള രീതികളെന്ന് പറയുമ്പോൾ നമ്മുടെ ബിലീഫ്സിനും ആറ്റിറ്റ്യൂഡിനും വാല്യൂസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട് അല്ലേ, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങൾക്കും മീനിങ്സ് അസോസിയേറ്റ് ചെയ്യാനും സോഷ്യൽ ഇവൻറ്റുകളെ പ്രെഡിക്റ്റ് ചെയ്യാനും മനുഷ്യന് സാധിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ഒരു സോഷ്യൽ റിസർച്ചർ ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം സൊസൈറ്റിയിൽ പലതരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ ഇവിൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഫാർമേഴ്സിനുണ്ടാകുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന വയലൻസ്, ഇങ്ങനെ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് വലിയ തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഓരോ പ്രോബ്ലംസിനെ കുറിച്ചും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോ ആൾക്കാർക്കും ഉണ്ടായിരിക്കും. അത് നമ്മുടെ വാല്യൂസിൻ്റെയും ബിലീഫ്സിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ന്യൂസുകളുടെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ നമ്മുടെ നോളജ്, എഡ്യൂക്കേഷൻ്റെ ഓർ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും നമുക്കൊരു സോഷ്യൽ റിസർച്ചർ എന്ന് വിളിക്കാം. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മൈക്രോ ആയിട്ടുള്ള പ്രോബ്ലംസ് മുതൽ വളരെ മാക്രോ പ്രോബ്ലംസ് വരെ സ്റ്റഡി ചെയ്യുന്ന ഒന്നാണ്. അപ്പം റിസർച്ചിന് ടോപ്പിക്സ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ വളരെ വൈഡ് ആയിട്ടാണ് ഉള്ളത്. നമുക്കിപ്പോൾ ഒരു നാഷണൽ ലെവലിൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്രോബ്ലം വേണമെങ്കിലും റിസർച്ചായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഗ്ലോബൽ ലെവലിലുള്ള പ്രോബ്ലംസ് വേണമെങ്കിലും എടുക്കാം. ഫ്രം എ വില്ലേജ്, ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ഉണ്ടാകുന്ന കാര്യം മുതൽക്ക് എന്താണ് വലിയ വലിയ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ വരെ നമുക്കൊരു സോഷ്യൽ റിസർച്ചിൻ്റെ ടോപ്പിക്കുകളായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഈവൻ വേണമെങ്കിൽ എന്താണ് ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന കർഷകരുടെ കൂട്ട ആത്മഹത്യ, അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ ലെവലിൽ പോകുന്ന പ്രോബ്ലംസ് ആയിട്ടുള്ള ഗാസ പലസ്തീൻ ഇഷ്യൂസ് വരെ സോഷ്യൽ റിസർച്ചിൻ്റെ ഭാഗമാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന എവറി ബിറ്റ് ഓഫ് ആക്ഷൻസ്, ഏത് ഒരു ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും സോഷ്യൽ റിസർച്ചുകളുടെ ടോപ്പിക്കായിട്ട് മാറാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി എന്താണ് ഈ ഒരു സോഷ്യൽ റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് സിസ്റ്റമാറ്റൈസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഓൾറെഡി പറഞ്ഞ പോലെ എന്താണ്, എല്ലാ മനുഷ്യരും സോഷ്യൽ റിസർച്ചറാണ്, നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതല്ല ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ റിസർച്ച്, അല്ലെങ്കിൽ നമുക്കൊരു കൺക്ലൂഷൻസിലേക്ക് എത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കോമൺ മാൻ്റെ മിയർ അണ്ടർസ്റ്റാൻഡിങ് അല്ല നമുക്ക് സോഷ്യൽ റിസർച്ചിൽ വേണ്ടത്. ഇൻസ്റ്റഡ് അവിടെ നമുക്ക് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജാണ് അത്യാവശ്യം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സോഷ്യൽ റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതായത് ഡേറ്റ കളക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ റെസ്പോണ്ടൻസിന് ചൂസ് ചെയ്യുന്ന കാര്യങ്ങളും, ഇങ്ങനെ ഓരോന്നും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് മെത്തേഡിക്കലായിട്ട് പ്രൊസീഡ് ചെയ്ത് പോകുന്ന ഒന്നാണ് സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. ആ സിസ്റ്റമാറ്റിക് മെത്തേഡിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ന്യൂ നോളജ് ആയിരിക്കും. നമ്മളവിടെ ഗെയിൻ ചെയ്യുന്നത് ഒരു പുതിയ നോളജാണ്. ആ ഗെയിൻ ചെയ്യുന്ന പുതിയ നോളജ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന, ഓൾറെഡി നമുക്കൊരു സോഷ്യൽ പ്രോബ്ലത്തിനെ കുറിച്ച് ചില ജനറൽ അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരിക്കും. ആ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പുതിയൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ കൂടി
നമുക്ക് ആഡ് ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്റ്റിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോബ്ലം ആണെന്നുള്ളത് നമുക്കറിയാം. ആ ഒരു സോഷ്യൽ പ്രോബ്ലത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ്, മേ ബി എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ മതിയായ അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാവാം. ഇതെല്ലാം അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പലതരത്തിലുള്ള കാരണങ്ങളാണ്. അല്ലെങ്കിൽ നമുക്കിതെല്ലാം ജനറലി അറിയുന്ന ഒരു ജനറലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടോ ആണ് അൺഎംപ്ലോയ്മെൻറ്റ് പെരുകുന്നത് എന്നുള്ള ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിനോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും കോസസ് ഉണ്ടോ, അൺഎംപ്ലോയ്മെൻറ്റിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അത്തരത്തിലൊരു പുതിയ നോളജ് തരാനായിട്ട്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം എഡ്യൂക്കേഷൻ ഇല്ലാത്തതല്ല അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്റ്റിനെ അല്ലെങ്കിൽ ഒരു വസ്തുതയെ എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ എഡ്യൂക്കേഷൻ കുറയുന്നത് കൊണ്ടാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നത് നമ്മുടെ റിസർച്ചിൽ കണ്ടെത്തുകയാണെങ്കിൽ എന്താണ്, ആ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്റ്റിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്റ്റിനെ അല്ലെങ്കിൽ ഒരു നോളജിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നതിനോ നമുക്കൊരു പുതിയ നോളജ് ആഡ് ചെയ്ത് തരുന്നതിനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റൈസ്ഡ് മെത്തേഡാണ് ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ സോഷ്യൽ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സോഷ്യൽ റിസർച്ചിന് പല തിയറിസ്റ്റുകളും പല ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ഡെഫിനിഷൻസ് ആയിട്ടൊന്ന് പരിചയപ്പെടാം. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ റിസർച്ചിനെ ഒരു ആക്ട് ഓഫ് റീ എക്സാമിനേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ആൾക്കാർ ഈ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതായത് ഇപ്പോൾ നമ്മൾ ഓരോ സോഷ്യൽ ഇവൻറ്റ്സിനോടും റിയാക്ട് ചെയ്യുന്ന രീതികൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുണ്ടാകുന്ന സോഷ്യൽ ഇവൻറ്റ്സ്, ഇപ്പം എന്താണ്, കർഷകർ സൂയിസൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാണ് ആ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്, കുട്ടികൾക്കിടയിലുള്ള വയലൻസ് എന്തുകൊണ്ട് അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിൻ്റെ കോസസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ആക്ഷന് പിന്നിലുള്ള റീസൺസ് എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ മനുഷ്യർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു ഗോൾ നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു റീ എക്സാമിനേഷനെയാണ് നമ്മൾ സോഷ്യൽ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇവൻറ്റ് സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ നമ്മൾ ഒന്നുകൂടി അനലൈസ് ചെയ്യുകയാണ്, ഒന്നുകൂടി ഒന്ന് വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. സോ അതിനെയാണ് സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതായത് സമൂഹത്തിൽ നടക്കുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാരുടെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഇവൻറ്റിനോട് ആൾക്കാർ എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ഓഫ് റീ എക്സാമിനേഷനാണ് സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി PV യങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. സോ അദ്ദേഹം പറയുന്നത് ഈ സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നുള്ള ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ് ഓഫ് ഡിസ്കവറിങ് ന്യൂ ഫാക്ട്സ്. ഒന്നിൽ പുതിയ വസ്തുതകളെ നമ്മൾ കണ്ടെത്തുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഓൾഡ് ഫാക്റ്റുകളെ നമ്മളൊന്ന് വെരിഫൈ ചെയ്യുന്നു, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ ഒന്ന് വെരിഫൈ ചെയ്യുന്നു. ആൻഡ് അതുപോലെ അവയുടെ സീക്വൻസ്, അതുപോലെ ഇൻ്റർ റിലേഷൻഷിപ്സ് എങ്ങനെയാണ്, ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു സോഷ്യൽ ഇവൻറ്റ് സൊസൈറ്റിയിലുള്ള ഒരു ഫാക്റ്റിൻ്റെ ഇൻ്റർ റിലേഷൻസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അതിൻ്റെ കോസൽ എക്സ്പ്ലനേഷൻസ്, ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ നാച്ചുറൽ ലോസ്, അതിനെ ഗവൺ ചെയ്യുന്ന നാച്ചുറൽ ലോസ്, ഇതൊക്കെ എന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് റിസർച്ച് എന്നാണ് PV യങ് പറയുന്നത്. സോ സോഷ്യൽ റിസർച്ച് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ് ഓഫ് ഡിസ്കവറിങ് ന്യൂ ഫാക്ട്സ്. ഒന്നിൽ ഒരു പുതിയ ഫാക്റ്റിനെ നമ്മൾ കണ്ടെത്തുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഓൾഡ് ഫാക്റ്റിനെ നമ്മൾ വെരിഫൈ ചെയ്യുന്നു, അവയുടെ സീക്വൻസ് മനസ്സിലാക്കുന്നു, അവയുടെ ഇൻ്റർ റിലേഷൻഷിപ്സ് ആൻഡ് കോസൽ എക്സ്പ്ലനേഷൻസ്, അതായത് ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും, അതുപോലെ അതിനെ ഗവൺ ചെയ്യുന്ന നാച്ചുറൽ ലോസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഡിസ്കവർ ചെയ്യുന്നതിനെയാണ് സോഷ്യൽ റിസർച്ച് എന്നാണ് PV യങ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ നമുക്ക് കുറച്ച് ഈ മെത്തേഡ്സിൻ്റെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിസർച്ചിനകത്ത് വരുന്ന സ്റ്റെപ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡെഫിനിഷൻ പറയാം. അതും ഇങ്ങനെയാണ്: റീഡിഫൈനിങ് ഓർ ഡിഫൈനിങ് എ പ്രോബ്ലം. അതായത് എന്താണ്, നമ്മുടെ ഒരു സൊസൈറ്റിയിലുള്ള ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഒന്നുകിൽ പുതിയതായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ ഒന്നുകൂടി നമ്മളൊന്ന് റീഡിഫൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനകത്ത്
പുതിയ എന്തെങ്കിലുമൊക്കെ ഫാക്റ്റുകൾ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ റീഡിഫൈനിങ് ഓർ ഡിഫൈനിങ് ആ സോഷ്യൽ പ്രോബ്ലം. ആ സോഷ്യൽ പ്രോബ്ലത്തിനനുസരിച്ച് നമ്മൾ ഹൈപ്പോത്തസിസ് ഫ്രെയിം ചെയ്യുന്നു. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെൻറ്റേറ്റീവ് അസംഷൻസിനെയാണ്, അതായത് ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഇവൻറ്റിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ ആകാം എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാരണം ജോലി ചെയ്യാനുള്ള അവസരങ്ങളില്ലാത്തതാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. അതിൻ്റെ റീസൺസ് എന്താണെന്നുള്ളത് നമ്മൾ ആ റിസർച്ചിന് ശേഷമായിരിക്കും ചിലപ്പോൾ കണ്ടെത്തുന്നത്. നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡൊക്കെ ചൂസ് ചെയ്ത് ഡേറ്റ കളക്ഷനൊക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കാരണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് വെക്കും. ഇതായിരിക്കാം അതിൻ്റെ റീസൺ എന്നുള്ള നിലയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനെയാണ് അതിനെ പറയുന്നത് ഹൈപ്പോത്തസിസിനെ ഫോർമുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് ബേസിലുള്ള ഡെഫിനിഷനാണ് നമ്മൾ ഈ പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ഓർ റീഡിഫൈനിങ് എ പ്രോബ്ലം ആൻഡ് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്. ഇനി അടുത്ത് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ ഡേറ്റാസിനെ കളക്ട് ചെയ്യുന്നു. റെസ്പോണ്ടൻസിൽ നിന്നും സർവേ മെത്തേഡിലൂടെയോ ഇൻ്റർവ്യൂവിലൂടെയോ ഒക്കെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സിലൂടെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ആ കിട്ടുന്ന ഡേറ്റയെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കൺക്ലൂഷൻസ് മേക്ക് ചെയ്യും. ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡേറ്റ കളക്ഷൻ ചെയ്തു. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ളവരോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സൊസൈറ്റിയിലുള്ള റാൻഡം ആയിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്ത് അവരിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡേറ്റയും ഇവാലുവേറ്റ് ചെയ്യും. എന്താണ് കാരണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ആ ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തും. എന്താണ് ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാരണം എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ ആ കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യാനുള്ളത് ടെസ്റ്റ് ചെയ്യാണ് ഹൈപ്പോത്തസിസിനെ. നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണോ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കോസസ് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ഇത്രയും പ്രൊസീജിയേഴ്സ് ചേർന്ന് വരുന്ന ഒരു മെത്തേഡാണ് സോഷ്യൽ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സോഷ്യൽ റിസർച്ച് ഇസ് എ പ്രോസസ് ഓഫ് ഡിഫൈനിങ് ഓർ റീഡിഫൈനിങ് എ പ്രോബ്ലം ആൻഡ് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്, സജസ്റ്റിംഗ് സൊല്യൂഷൻസ്, കളക്ടിംഗ്, ഓർഗനൈസിംഗ്, ഇവാലുവേറ്റിംഗ് ഡേറ്റ ആൻഡ് മേക്കിംഗ് കൺക്ലൂഷൻസ് ആൻഡ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. ഇത്രയും പ്രോസസ്സുകൾ ചേർന്ന് വരുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറിനെയാണ് നമ്മൾ സോഷ്യൽ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ചില ഓൾട്ടർനേറ്റീവ്സ് ടു സോഷ്യൽ റിസർച്ച്. അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്കൊരു സോഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല. അപ്പോൾ ആ സോഷ്യൽ റിസർച്ചിന് പകരം മനുഷ്യൻ പലതരത്തിലുള്ള വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യും. എല്ലാ കാര്യങ്ങളെയും ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഇവൻറ്റിനെ അല്ലെങ്കിൽ ഒരു ആക്ഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് നമുക്കതിനെ ആഴത്തിൽ പഠിച്ച് അതിനകത്ത് നിന്ന് ഹൈപ്പോത്തസിസും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഷൻസും ഒക്കെ ഫ്രെയിം ചെയ്ത് അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളെയും ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ സാധാരണ മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നും ഇല്ല. അപ്പം അതിനൊരു കോമൺ മാനിന് നമ്മുടെ ഈ ഒരു സോഷ്യൽ ലൈഫിന് അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പല ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ആ ഓൾട്ടർനേറ്റീവിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോമൺ സെൻസ് ആണ്. കോമൺ സെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു സാമാന്യ ബുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കോമൺ സെൻസും ഈ ഒരു സോഷ്യോളജിയും എങ്ങനെയാണ് കണക്റ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോമൺ സെൻസ് എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ വേൾഡിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ സാധാരണക്കാരൻ്റെ ഡെയിലി ലൈഫിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് സോഷ്യോളജി എന്നൊരു സബ്ജക്റ്റ് മാറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇപ്പോൾ സോഷ്യോളജിയുടെ പഠന വിഷയമാവുന്നത് മനുഷ്യൻ ഇൻട്രാക്ട് ചെയ്യുന്ന സമൂഹവുമാണ്, അല്ലെ? നമ്മുടെ സോഷ്യൽ കണക്ഷൻസ് ആവാം, സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആവാം, നമ്മുടെ ആക്ഷൻസിനെ ഗൈഡ് ചെയ്യുന്ന ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ട് സൊസൈറ്റിയുമായി കണക്ട് ചെയ്തുകൊണ്ട് മനുഷ്യനെ പഠിക്കുന്ന ഒരു പഠനശാഖയാണ് സോഷ്യോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യോളജിയുടെ നോളജ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ വളരെ ജനറൽ ആയിരിക്കും. എന്നാൽ കോമൺ സെൻസിലേക്ക് വരികയാണെങ്കിൽ വളരെ പെർട്ടിക്കുലറും ലോക്കലൈസ്ഡുമായിട്ടുള്ള ഒരു അറിവിനെയാണ് നമ്മൾ കോമൺ സെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇവൻറ്റിനെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ഷനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധി ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. അത് തീർത്തും പേഴ്സണലാണ്. ഇപ്പം എന്താണ്, അത് ലോക്കലൈസ്ഡും ആയിരിക്കും പെർട്ടിക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഞാനൊരു വിഷയത്തെ നോക്കിക്കാണുന്ന രീതിയിലായിരിക്കണം എന്നില്ല മറ്റുള്ളവർ എന്ത് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു സോഷ്യൽ ഇവൻറ്റിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ വളരെ ലോക്കലൈസ്ഡ് ആയിരിക്കും, പെർട്ടിക്കുലറും ആയിരിക്കും. ലോക്കലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു റീജിയനിലുള്ള ആൾക്കാർ നോക്കി കാണുന്ന പോലെ ഒരു ഇവൻറ്റിനെ മറ്റുള്ളവർ നോക്കി കാണണമെന്ന് ഇല്ല. അത് പലപ്പോഴും നമ്മളുടെ റൊട്ടീൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അതിനെ ഷേപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ ആവാം, നമ്മൾ ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യങ്ങളാവാം, അങ്ങനെ പലതും നമ്മുടെ കോമൺ സെൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ പെർട്ടിക്കുലറും ലോക്കലൈസ്ഡും ആയിരിക്കും. എന്നാൽ സോഷ്യോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമൂഹത്തെ സോഷ്യോളജി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വളരെ ജനറൽ ആയിട്ടായിരിക്കും, വളരെ ഡെപ്തിലും അതുപോലെ തന്നെ കുറച്ചുകൂടി ജനറലൈസ് ചെയ്തുകൊണ്ട് സോഷ്യൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ സ്റ്റഡി ചെയ്യാനും ഒക്കെ സോഷ്യോളജി ശ്രമിക്കാറുണ്ട്. ആൻഡ് അതുപോലെ തന്നെ സോഷ്യോളജിയിൽ വരുന്ന ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് ഒതൻറ്റിക് ആണ്. കാര്യം അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും ടൂൾസും മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അവരൊരു സോഷ്യൽ ഇവൻറ്റിനെ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. എന്നാൽ കോമൺ സെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ പെക്യുലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്, അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും. അതുപോലെ അല്ല സോഷ്യോളജിസ്റ്റുകൾ സൊസൈറ്റിയിൽ നടക്കുന്ന ഓരോ ഇവൻറ്റിനെ കുറിച്ചും അവരുടേതായിട്ടുള്ള ഫൈൻഡിങ്സ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് ഓർ ജനറലൈസേഷൻസിലേക്ക് അവരെത്തുന്നത്. അതുപോലെ സോഷ്യോളജി എന്ന് പറയുമ്പോഴത്തേക്കും അൺബയസ്ഡ് ആണ് അല്ലേ. അതിനകത്തൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനോടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്ട്രക്ചറിനോടോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ചായ്വും ഇല്ല. അതുപോലെ ഒരു ക്ലിയർ അവയർനെസ് ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. എന്നാൽ കോമൺ സെൻസ് എന്ന് പറയുമ്പോൾ ബയസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ അജണ്ട എന്നൊക്കെ പറയുന്നത്, അജണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റാൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ ചോയ്സസ് ആണ്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നതും നമ്മുടെ ആ ഒരു പേഴ്സണൽ ചോയ്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും. രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പറയുമ്പോൾ പേഴ്സണലൈസ്ഡ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. സോഷ്യോളജി എന്ന് പറയുന്നത് നോൺ ജഡ്ജ്മെൻ്റലാണ്. എന്നാൽ കോമൺ സെൻസ് എന്ന് പറയുന്നത് വ്യക്തികളുടെ അഭിപ്രായം. നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡിയോളജിയോടോ ഒക്കെയുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു മേഖലയെക്കുറിച്ച് ജനറലായിട്ടൊരു കാര്യം മനസ്സിലാക്കുന്നു. അതാണ് കോമൺ സെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യോളജിയും കോമൺ സെൻസും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോമൺ സെൻസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. സാധാരണക്കാരൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് മെനക്കെടണം എന്നില്ല. അപ്പോൾ അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോഷ്യോളജി എന്ന് പറയുമ്പോൾ വളരെ ജനറൽ ആയിട്ട് സൊസൈറ്റി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പെക്യുലറും അല്ലെങ്കിൽ പെർട്ടിക്കുലറും ലോക്കലൈസ്ഡും ആണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. വ്യക്തികളുടെ ഡെയിലി ലൈഫ്, നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ്സ്, ഇതെല്ലാം നമ്മുടെ കോമൺ സെൻസിനെ ഷേപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ സോഷ്യോളജി അങ്ങനെയല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൂൾസ് ആൻഡ് ടെക്നിക്സും മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് സൊസൈറ്റിയിലുള്ള പല കാര്യങ്ങളും പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരൻ, ഒരു ലേമാൻ പഠിക്കുന്നത് നമ്മുടെ ഓൺ ഇൻ്റർപ്രിട്ടേഷൻസ് ആയിരിക്കും. നമ്മുടെ ചില വാല്യൂസിൻ്റെയും ബിലീഫ്സിൻ്റെയും കൾച്ചറിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. നമ്മുടെ ചില ഡെയിലി റൊട്ടീൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. ആൻഡ് കോമൺ സെൻസിനകത്ത് എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ബയസ്ഡ് ആണ്. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഐഡിയോളജി ഉണ്ടായിരിക്കും. ആ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ സമൂഹത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ സോഷ്യൽ സയൻസസിലേക്ക് ഓർ സോഷ്യോളജിയിലേക്ക് വരുമ്പോൾ അതങ്ങനെയല്ല, അൺബയസ്ഡ് ആണ്. വളരെ ന്യൂട്രലായിട്ടും വാല്യൂ ആയിട്ടും ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് മാറ്ററാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോമൺ സെൻസ് വെച്ചിട്ടും സോഷ്യോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസ് വെച്ചിട്ടും നമ്മൾ സമൂഹത്തെ പഠിക്കുന്നത് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. ഈ ഒരു കോമൺ സെൻസിനെ കുറിച്ച് പല തിയറിസ്റ്റുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ളത്. അപ്പോൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ സെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒന്നാണ് അല്ലേ. നമ്മളെ പലപ്പോഴും ഗൈഡ് ചെയ്യുന്ന ഒന്ന് കോമൺ സെൻസ് ആണ്. ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇവൻറ്റിനെ കുറിച്ച് ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് അവിടെ കൂടിയേ തീരുള്ളൂ. അതിനെ നമ്മൾ എപ്പോഴും നമ്മൾ ബയസ്ഡ് ആയിട്ട് ചെയ്യണമെന്നില്ല. ബേസ്ഡ് ഓൺ ചില ഒതൻറ്റിക് ഇൻഫർമേഷൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രൂഫുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് സൊസൈറ്റി ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത് ഈ ഒരു കോമൺ സെൻസ് നമുക്കുള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ പല തിയറിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോഷ്യോളജിസ്റ്റുകൾക്കും
കോമൺ സെൻസിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ളത് നമ്മൾ പറഞ്ഞു. സോ അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ആൽഫ്രഡ് ഷെറ്റ്സിൻ്റെ തിയറിയിൽ അദ്ദേഹത്തിൻ്റെ ഫിനോമിനോളജിക്കൽ സോഷ്യോളജിക്കകത്ത് കോമൺ സെൻസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റഡിയുടെ തന്നെ സെൻറ്ററായിട്ട് അദ്ദേഹം കാണുന്നത് കോമൺ സെൻസിനെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോളജിയുടെ ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ഈ ഒരു ഫിനോമിനോളജിക്കൽ സോഷ്യോളജി സെൻറ്റർ എന്ന് പറയുന്നത് കോമൺ സെൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമുക്ക് ഓരോ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത് കോമൺ സെൻസ് ആണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മുടെ ഡെയിലി റുട്ടീൻസ് ചെയ്യുന്നു, നമ്മൾ സൊസൈറ്റിയിലെ ഒരു ആക്റ്റീവ് മെമ്പർ ആകുന്നു അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു ഭാഗമാകുന്നതിന് കോമൺ സെൻസിന് വലിയ റോൾ ഉണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ എഥനോ മെത്തഡോളജിസ്റ്റുകളിലേക്ക് വരുമ്പോഴത്തേക്കും കോമൺ സെൻസിനെ അവരൊരു കോൺസ്റ്റൻറ്റ് അച്ചീവ്മെൻ്റ് ആയിട്ടാണ്, ഒരു നിരന്തരമായ നേട്ടമായിട്ടാണ് എഥനോ മെത്തഡോളജിസ്റ്റുകൾ കോമൺ സെൻസിനെ കാണുന്നത്. ദെൻ അതുപോലെ നമ്മൾ അടുത്ത് സിംബോളിക് ഇൻട്രാക്ഷനിസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആൻഡ് ഇൻ്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജിയിലേക്ക് വരുമ്പോഴും അവർ കോമൺ സെൻസിന് മതിയായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിട്ടില്ല. ആൻഡ് അതുപോലെ ഡോക്കെയും പറയുകയാണെന്ന് ഡോക്കെയിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് സോഷ്യോളജി എന്ന് പറയുന്നത് കോമൺ സെൻസിൽ നിന്നും ഫ്രീ ആയിരിക്കണം, അല്ലെങ്കിൽ അത് കോമൺ സെൻസിൻ്റെ നോളജ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് എന്നും സോഷ്യോളജി കുറച്ചും കൂടി ബ്രോഡൻ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് എന്നുമാണ് ഡോക്കെയിൻ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. സോ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ് ആണ്. അതായത് നമ്മൾ സൊസൈറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരു കോമൺ മാനിന് അല്ലെങ്കിൽ ഒരു ലേ മാന് സൊസൈറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത്. എന്നാൽ ഈ സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യോളജിയിൽ നിന്ന് വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. വളരെ ഡെപ്തിലും അതുപോലെ തന്നെ മെത്തോഡിക്കലായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും സമൂഹത്തിൽ നടക്കുന്ന ഓരോ ഇവൻറ്റ്സിനെയും പഠിക്കുന്ന ഒരു പഠനശാഖയാണ് സോഷ്യോളജി എങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫിന് റൊട്ടീൻസ് ഗൈഡ് ചെയ്തു പോകുന്ന ഒരു ലോക്കലൈസ്ഡും പെർട്ടിക്കുലറും ആയിട്ടുള്ള ഒരു നോളജാണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നോളജിനെയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസം, കൾച്ചർ, നമ്മുടെ ലൈഫിൻ്റെ വാല്യൂസ് ആൻഡ് ഫിലോസഫി, ഇതെല്ലാം എന്താണ് കോമൺ സെൻസിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. അത് പേഴ്സണലാണ് ആൻഡ് അതുപോലെ ജഡ്ജ്മെൻ്റലാകാം, അതുപോലെ ബയസ്ഡും ആയിട്ടുള്ള ഒന്നാണ് കോമൺ സെൻസ്. എന്നാൽ സോഷ്യോളജി ഇത്തരം ബയസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല സമൂഹത്തെ പഠിക്കുന്നത് എന്നുള്ളതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. പല തിയറിസ്റ്റുകൾക്കും പല അഭിപ്രായങ്ങളാണ് ഈ ഒരു കോമൺ സെൻസും സോഷ്യോളജിയും തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ച് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ആൽഫ്രഡ് ഷെറ്റ്സിൻ്റെ ഫിനോമിനോളജിക്കൽ സോഷ്യോളജിയാണ്. അദ്ദേഹം ഈ ഒരു തിയറിയുടെ സെൻറ്ററായിട്ട് തന്നെ കണക്കാക്കുന്നത് കോമൺ സെൻസിനെയാണ്. അതാണ് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ഗൈഡ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ദെൻ മാർക്സിലേക്ക് വരുമ്പോഴത്തേക്കും കാൾ മാർക്സ് ഡോക്കെയിം പോലെയുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ, പെർട്ടിക്കുലർലി ഡോക്കെയിം ആണെങ്കിലും അദ്ദേഹം ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ലിമിറ്റഡ് നോളജ് വെച്ചുകൊണ്ട് സൊസൈറ്റി ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഡോക്കെയിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇത്രയും കാര്യങ്ങൾ ഇൻ്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജി ആൻഡ് സിംബോളിക് ഇൻട്രാക്ഷനിസ്റ്റുകളൊക്കെ ആണെങ്കിലും കോമൺ സെൻസിക്കൽ നോളജിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഇത്രയാണ് അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന ഒന്നാമത്തെ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് സമൂഹത്തെ പഠിക്കുന്നതിന് സോഷ്യൽ ഇൻ്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സോ എങ്ങനെയാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മുടെ ഈ ഒരു സോഷ്യൽ റിസർച്ചിൻ്റെ ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ലേമാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലേ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് സിസ്റ്റം പോലെയുള്ള പ്രശ്നം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലംസ് അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള അവരുടെ ആ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അനാചാരത്തെ എന്ത് ചെയ്യുന്നത്, നോക്കിക്കാണുന്നത്. അതുപോലെ നമ്മൾ അതിപ്പോൾ ഒരു എക്സാമ്പിളാണ്. ലൈക്ക് വൈസ് ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന പലതരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലംസ് എല്ലാം നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വെച്ചിട്ട് മനസ്സിലാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൽ
എനിക്കുണ്ടാവുന്ന പേഴ്സണൽ എക്സ്പീരിയൻസ് ആവണമെന്നില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത്. ഒരാൾക്ക് പോസിറ്റീവായിട്ട് വരുന്നത് എനിക്ക് മേ ബി നെഗറ്റീവായിട്ടായിരിക്കാം തോന്നുക. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലൊരു വ്യക്തിപരമായിട്ട് നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഈ ഒരു സോഷ്യൽ വേൾഡിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യർ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത് നമ്മളെ എറേഴ്സിലേക്ക് നയിക്കും, അല്ലെങ്കിൽ വഴി തെറ്റിക്കും എന്നാണ് പറയുന്നത്. നമുക്കൊരു ഇവൻറ്റിനെ നമുക്ക് വൺസ് എപ്പോഴും ഉണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സോഷ്യൽ ഇവൻറ്റിനെ സ്റ്റഡി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതിയെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ആയിട്ടുള്ളത് നമുക്ക് സാധിക്കുകയില്ല. കാര്യം നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത് വളരെ പേഴ്സണലാണ്, ആൻഡ് അതുപോലെ ഓഫൻ അത് ജഡ്ജ്മെൻ്റലും ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമൂഹത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എറേഴ്സിലേക്കായിരിക്കും നയിക്കുന്നത്. എന്നാൽ നേരെ നമ്മുടെ സോഷ്യൽ റിസർച്ചിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു എറർ ഒന്നും അതിനകത്ത് കാണുകയില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒതൻറ്റിക് ഇൻഫർമേഷൻസിനെയാണ് സീക്ക് ചെയ്യുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന പ്രൊസീജിയേഴ്സ് ഉള്ള സീക്വൻഷ്യൽ ആയിട്ടൊക്കെയാണ് അത് പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത് ഈ ഒരു സോഷ്യൽ പ്രോബ്ലംസിനെ സ്റ്റഡി ചെയ്യുന്നത് വ്യത്യസ്തമായ രീതികളിലാണ്. അതുകൊണ്ട് അവിടെ എറേഴ്സ് ഒന്നും ഉണ്ടാവാറില്ല. എന്നാൽ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എറർ ഉണ്ടാവും. ഇപ്പോൾ ഒരു ലേമാന് നമ്മുടെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് സോഷ്യൽ ഇവൻറ്റ്സിനെ സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ബട്ട് സോഷ്യോളജി ആണെങ്കിൽ അതിനെ കുറച്ചും കൂടി ഡീപ്ലി ആൻഡ് വൈഡൻ ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. മാക്സിമം എറേഴ്സിനെ ഒഴിവാക്കിയായിരിക്കും പഠിക്കുന്നത്. എന്നാൽ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ലൈറ്റിൽ നമുക്ക് സൊസൈറ്റി നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യും, പക്ഷേ അത് ശരിയാവണം എന്ന് ഇല്ല. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റി പഠിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന 4 തരത്തിലുള്ള എറേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ ജനറലൈസേഷനാണ്. അതായത് നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ലൈറ്റിലുള്ള ഒരു ഇവൻറ്റിനെ നമ്മൾ കാണുമ്പം എല്ലാ സ്ഥലത്തും അതിനെ ജനറലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും നമ്മൾ. അതായത് ഒരു ചെറിയ ഇവൻ്റ് ആയിരിക്കാം, അതൊരു കുഞ്ഞു പോപ്പുലേഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. ഒരു ചെറിയ പോപ്പുലേഷനെ എഫക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു 1-2 വ്യക്തികളെ മാത്രം എഫക്റ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കാം. അതിനെ നമ്മൾ ഒരു വലിയ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ ജനറലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പം സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമം എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. കമ്പയറിങ് ഇപ്പോൾ നമുക്ക് ദുബായിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് അത് കൺസിഡർ, അവിടെ അങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ടോ മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ചിലർ എന്ത് ചെയ്യും, ഇവിടുത്തെ പോലെയാണ് എല്ലായിടത്തും എന്ന് കമ്പയർ ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കണം എന്ന് ഇല്ല. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ലൈക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് ഒരു വലിയ പോപ്പുലേഷനെ അല്ലെങ്കിൽ ഒരു വലിയ കാര്യത്തെ നമുക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വലിയ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു വലിയ സോഷ്യൽ സെറ്റിങ്സിനും ഇങ്ങനെ ആയിരിക്കാം, ഈ പ്രശ്നം ആയിരിക്കാം ഉള്ളത് എന്ന് വിചാരിക്കാനായിട്ട് പാടില്ല. മേ ബി ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ജോലി കിട്ടാതെ പോയത് ഒരു പക്ഷേ അയാൾക്ക് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവലിലേക്ക് ഫെയിൽ ആവുന്നതുകൊണ്ടായിരിക്കാം. ഒരാൾ ഫെയിലായി എന്ന് വെച്ചിട്ട് എല്ലാവരും ഫെയിൽ ആവണമെന്നില്ല. അപ്പോൾ ആ രീതിയിൽ അയാൾക്ക് ആ ജോലി കിട്ടാത്തതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കും. മേ ബി ആ ജോലിക്ക് മാത്രമായിരിക്കും അയാൾ ആപ്റ്റ് അല്ലാത്തത്, വേറെ ജോലിക്ക് ആ വ്യക്തി എന്തായിരിക്കാം ആപ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഒരെണ്ണം നഷ്ടമായതുകൊണ്ട് എല്ലാത്തിലും താൻ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. നമ്മുടെ ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യത്തിലും ഈ ഒരു എക്സ്പീരിയൻസിനെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. സോ അത് ഈ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ലൈറ്റിൽ നമ്മൾ സോഷ്യൽ സെറ്റിങ്സിനെ പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടാവാവുന്ന ഒരു എററാണ്. ഇനി രണ്ടാമത് വരുന്ന ഒന്നാണ് സിലക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സിലക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ, ആവശ്യമില്ലാത്തത്. അതായത് നമ്മുടെ പേഴ്സണൽ ചോയ്സിന് വേണ്ടുന്നത് മാത്രം നമ്മൾ എടുക്കും, അല്ലാത്തതിനെ കളയും. അതായത് ഒരു സോഷ്യൽ റിയാലിറ്റിയുടെ തന്നെ ഒരു സ്മോൾ പോർഷനെ മാത്രം നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ നോട്ടീസ് ഓഫ് എ സ്മോൾ പോർഷൻ അതിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് ബാക്കി റിയാലിറ്റീസിനെ എലിമിനേറ്റ് ചെയ്തോളൂ. നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് വേണ്ട, കുറച്ച് മാത്രം പോസിബിൾ. ഇപ്പം എന്താണ് പൊളിറ്റിക്കൽ അജണ്ടയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്താണ് പലപ്പോഴും നമ്മൾ ആ പൊളിറ്റിക്കൽ ബയസസ് നമ്മുടെ നിലപാടുകളിൽ കൃത്യമായി കാണിക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഉൾക്കൊള്ളും, ചിലത് എന്ത് ചെയ്യുന്നു വിട്ടുകളയുന്നു. ഇപ്പോൾ ചില ഭയങ്കര രാഷ്ട്രീയ അജണ്ടയൊക്കെ കീപ്പ് ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് വിശ്വസിക്കുക. അവർ ചെയ്യുന്ന നല്ലതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ചീത്ത കാര്യങ്ങളെ പലപ്പോഴും എന്ത് ചെയ്യും ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു രീതി. അതാണ് സിലക്റ്റീവ് ഒബ്സർവേഷൻ
ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതായത് കുറച്ച് കാര്യങ്ങൾ മാത്രം എടുക്കും, റെസ്റ്റ് ഓഫ് ദ റിയാലിറ്റീസിനെ ഇഗ്നോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു സെലക്റ്റീവ് ഒബ്സർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് വരുന്ന മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് എററാണ് പ്രിമച്വർ ക്ലോഷർ എന്ന് പറയുന്നത്. പ്രിമച്വർ ക്ലോഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ റിസർച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വലിനെ തന്നെ ഫീൽ ചെയ്യും എല്ലാ ആൻസേഴ്സും കിട്ടി, ഇനി ഫർദർ ഇൻഫർമേഷൻസിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മളൊരു നല്ല കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ വളരെ വേഗമായിട്ട് റാൻഡമായിട്ടും വളരെ വേഗമായിട്ട് കിട്ടുന്ന കുറച്ച് ഇൻഫർമേഷൻസിനെ മാത്രം എടുത്തുകൊണ്ട് റിസർച്ചിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് പ്രിമച്വർ ക്ലോഷർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എല്ലാ ആൻസേഴ്സും കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് വേറെ ആരെയും ലിസൺ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് പുതിയ ഇൻഫർമേഷൻസ് സീക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നി നമ്മുടെ റിസർച്ചറിൻ്റെ ഓൺ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ റിസർച്ചിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിമച്വർ ക്ലോഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ വരുന്ന മറ്റൊന്നാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഹാലോ ഇഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ റിസർച്ചർ അല്ലെങ്കിൽ ഓർഗനൈസർ ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട് കാണുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്താണ്, മേ ബി നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഹൈ ക്ലാസ് നമ്മളൊരു റെസ്പെക്റ്റ് കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അവരുടെ എന്താണ് ആ ഒരു പ്രയർ റെപ്യൂട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പേഴ്സൺ, പ്ലേസ് ആവാം, ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം, കളർ ആവാം, വാട്ട് ആർ ദ തിങ്സ്, നമ്മൾ പ്രസ്റ്റീജിയസ് എന്ന് കാണുന്ന ആ ഒരു സ്റ്റേറ്റിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. ന്യൂട്രൽ ആയിരിക്കില്ല, അതിൻ്റെ ഓൾറെഡി അതിനെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു പ്രസ്റ്റീജിയസ് സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി, ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു ആക്ടറോ ആരോ ആയിക്കോട്ടെ, ആ വ്യക്തി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അയാളുടെ ഒരു പ്രസ്റ്റീജിയസ് ലെവലിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് വലിയൊരു ആക്ടറാണ്, ചിലപ്പോൾ അയാളെ എന്താണ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അലിഗേഷൻസ് കൊണ്ടുവന്നതായിരിക്കാം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ സ്റ്റേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ കളറിൻ്റെയോ ഓർഡർ തിങ്സ് അതിൻ്റെ പ്രസ്റ്റീജിയസ് പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ ബയസ്ഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഹാലോ ഇഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് ഇത്രയാണ് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയെ നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ സൊസൈറ്റിയിലുള്ള വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ തന്നെ ഓൺ അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും. എന്നാൽ ഇത് പലപ്പോഴും ഒരു ലെജിറ്റിമേറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്, എന്നിരുന്നാലും എറേഴ്സ് തെറ്റുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ നമ്മളൊരു സോഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള എറേഴ്സ് ഉണ്ടാവാറില്ല. കാര്യം പേഴ്സണൽ എക്സ്പീരിയൻസ് ഇസ് ഓഫൻ ബയസ്ഡ്, എന്നാൽ സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ അൺബയസ്ഡ് ആണ്. ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. 4 എറേഴ്സാണ് പിന്നെ നമ്മൾ പരിചയപ്പെട്ടത്. അതിൽ ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഓവർ ജനറലൈസേഷൻ ആണ്. നമുക്കുണ്ടാകുന്ന ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് ഓവർ ജനറലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞത് സിലക്റ്റീവ് ഒബ്സർവേഷൻ ആണ്. അതായത് നമുക്ക് വേണ്ടുന്ന കുറച്ച് സോർട്ട് ഓഫ് റിയാലിറ്റീസ് മാത്രം എടുത്തിട്ട് ബാക്കി ഇഗ്നോർ ചെയ്ത് കളയുന്നതിനെയാണ് നമ്മൾ സെലക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ പേഴ്സണൽ ബയസസിൻ്റെയും പ്രെജുഡിസുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയോടോ ഒക്കെയുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നല്ലത് മാത്രം എടുത്തിട്ട് അതിൻ്റെ മോശം വശങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്നതിനെയാണ് നമ്മൾ സെലക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിമച്വർ ക്ലോഷർ ആണ്. അതായത് നമുക്ക് എല്ലാ ഇൻഫർമേഷനുമായി ഇനി ഫർദർ നമുക്കൊരു ഇൻഫർമേഷൻ്റെ ആവശ്യമില്ല, ആരും പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലയിൽ നമ്മൾ ആ ഒരു സ്റ്റഡി ഒരു നമ്മുടെ അസംപ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ പ്രിമച്വർ ക്ലോഷർ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഹാലോ ഇഫക്റ്റ്. ഹാലോ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയോ ഓർഡർ തിങ്സ് അതിൻ്റെ പ്രസ്റ്റീജിയസ് പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ ബയസ്ഡ് ആയിട്ട് ന്യൂട്രൽ അല്ലാത്ത രീതിയിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ആ വ്യക്തി നല്ല ആളാണ്, അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ ഒരു ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ആ ഇമേജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ ജഡ്ജ് ചെയ്യും. പിന്നെ ഫർദർ അയാൾ കമ്മിറ്റ് ചെയ്യുന്ന ക്രൈംസോ തെറ്റുകളോ ഒന്നും നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്ന ഒരു സാഹചര്യം. അതിനെയാണ് ഹാലോ ഇഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചാണ്. ബേസിക്കലി സോഷ്യൽ റിസർച്ചിൻ്റെ 2 ടൈപ്സ് ആണ് വരുന്നത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് റിസർച്ചും മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് നോക്കാം. സോ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഒരു ഫീൽഡിൽ, ഇപ്പോൾ നമുക്കൊരു സോഷ്യൽ ഇവൻ്റ് ആവാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രോബ്ലത്തിനെ ആവാം നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്.
അപ്പോൾ ഈ സോഷ്യൽ പ്രോബ്ലം ഒക്കെ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫീൽഡ് ചൂസ് ചെയ്യും. മേ ബി അതിപ്പോൾ എന്താണ്, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഒരു സിറ്റി ആവാം, ഗ്രാമമാവാം, എവിടെയാണോ നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഫീൽഡിലുള്ള ഒരു റിസർച്ചറിൻ്റെ ഒബ്സർവേഷൻ, നിരീക്ഷണവും അതുപോലെ തന്നെ പരസ്പരം ആ ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷനെയും ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നത് ആന്ത്രപ്പോളജിസ്റ്റായ ഫ്രാൻസ് ബ്രാവോസ് ആണ്. അതിനോടൊപ്പം തന്നെ സോഷ്യോളജിയിൽ ഇതിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് റോബർട്ട് ഇ പാർക്കാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനെ ഒരു സിറ്റിയിലുള്ള ഹെട്രോജിനിറ്റി, ഡെൻസിറ്റി അതുപോലെ തന്നെ ആൾക്കാരുടെ കോംപ്ലക്സിറ്റി ഇതെല്ലാം വളരെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ലൈറ്റിലാണ് അങ്ങനെയുള്ള മെത്തേഡ്സും അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഹെട്രോജിനസ് ആയിട്ടുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സും മറ്റൊക്കെ പഠിക്കുന്നതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇത് സോഷ്യോളജിയിൽ പോപ്പുലറൈസ് ചെയ്തിരിക്കുന്ന റോബർട്ട് ഇ പാർക്കാണ്. ആൻഡ് അതിനെ ആദ്യമായിട്ട് പോപ്പുലറൈസ് ചെയ്തത് ആന്ത്രപ്പോളജിസ്റ്റായ ഫ്രാൻസ് ബ്രാവോസ് ആയിരുന്നു. ദെൻ ഇതിനകത്ത് നമ്മൾ പോപ്പുലർലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനാണ്. സോ എന്താണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നുള്ളത് നമുക്കറിയാം. അതായത് ഏത് ഫീൽഡിലാണോ നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഏത് സോഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ചാണോ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഫീൽഡിൻ്റെ ഭാഗമായിട്ട് റിസർച്ചർ മാറുകയും അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനാണ് പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിനകത്ത് എംപ്ലോയ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ് എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു ഇൻ്റർവ്യൂ ഗൈഡോ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂളോ ഒന്നും ഇല്ലാതെ നമ്മൾ റാൻഡം ആയിട്ട് ആൾക്കാരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് റാപ്പിഡായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ആൻസേഴ്സിനെ നമ്മൾ എഴുതുന്നു, അതിനുശേഷം ഒരു ഡേറ്റ ഫൈൻഡിങ്സിലേക്ക് എത്തുന്നു. അതാണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. കൃത്യമായി വലിയൊരു ക്വസ്റ്റ്യനെയറോ കാര്യങ്ങളോ ഒന്നും ഫോളോ ചെയ്യുന്നില്ല, കാഷ്വൽ ടോക്കിൽ നിന്നും ഇൻഫർമേഷൻസ് ഒക്കെ എടുക്കുന്നതാണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ലൈഫ് ഹിസ്റ്ററീസ് യൂസ് ചെയ്യാറുണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യാറ്. ഓക്കെ, സോ ഇനി ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് ചില ഇൻ്റലക്ച്വൽ ഇൻ്റർവെനിങ്സ് ഉണ്ട്. അതായത് ഇതിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ചില സോഷ്യോളജിക്കൽ കൺസെപ്റ്റുകളുണ്ട്. അതെല്ലാം എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിനോമിനോളജിയാണ്. ഫിനോമിനോളജിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റിവിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന ഒന്നാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. അവർ പാടെ പോസിറ്റിവിസത്തിനെ റിജക്റ്റ് ചെയ്യുന്നവരാണ്. എന്താണ് പോസിറ്റിവിസം എന്നുള്ളത് നമുക്കറിയാം. എന്താണ് പോസിറ്റിവിസം? അഗസ്റ്റ് കോംറ്റ് കൊണ്ടുവന്നതാണ്. നാച്ചുറൽ സയൻസസിൽ നമ്മൾ മാറ്ററിനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന അതേ രീതികളിലൂടെ സോഷ്യൽ ലൈഫിനെ അല്ലെങ്കിൽ മനുഷ്യനെ പഠിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചവരായിരുന്നു പോസിറ്റിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ നാച്ചുറൽ സയൻസിനെ പഠിക്കുന്നത് പോലെ ഒരിക്കലും മനുഷ്യനെ പഠിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചവരാണ് ഫിനോമിനോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ മാറ്ററിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ മാറ്ററുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതിനെ നമുക്ക് ഔട്ട്സൈഡ് നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് കാര്യം എന്താണ്, ഒരു കോൺഷ്യസ്നെസ് ഇല്ല, ഒരു മാറ്ററിനും കോൺഷ്യസ്നെസ് ഇല്ല, അതിന് ഒരു ഇമോഷൻസോ അല്ലെങ്കിൽ ഫീലിങ്സോ ഒന്നും ഉള്ള സാധനങ്ങളല്ല മാറ്റർ എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യനെന്ന് പറയുമ്പോഴത്തേക്കും നേരെ തിരിച്ചാണ്. മനുഷ്യന് കോൺഷ്യസ്നെസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസും നമ്മൾ മീനിങ്സ് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമുക്ക് ഫീലിങ്സ് ഉണ്ട്. ഇങ്ങനെ മാറ്ററിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മനുഷ്യരെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ പഠിക്കുന്നത് പോലെ നമുക്ക് മനുഷ്യനെ പഠിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് വിശ്വസിച്ചവരാണ് ഫിനോമിനോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് മാക്സ് വെബർ എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യമായിട്ട് ഈ ഒരു പെർസ്പെക്റ്റീവിനെ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ളത് മാക്സ് വെബറാണ്. ഒരു പോസിറ്റിവിസത്തിനെ പാടെ റിജക്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയല്ല സോഷ്യൽ വേൾഡിനെ അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ച് പഠിക്കേണ്ടത് എന്ന് പ്രപ്പോണ്ട് ചെയ്തിട്ടുള്ള ആളാണ് മാക്സ് വെബർ എന്ന് പറയുന്നത്. സോ അതാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിംബോളിക് ഇൻട്രാക്ഷനിസം ആണ്. സിംബോളിക് ഇൻട്രാക്ഷനിസത്തിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സോഷ്യൽ ലൈഫിനെ അവരെ കൺസിഡർ ചെയ്യുന്നത് ഒരു പ്രോസസ്സായിട്ടാണ്. ഓക്കെ, നമ്മുടെ സോഷ്യൽ ലൈഫ്, ഒരു മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനകത്ത് ഓരോ ഇൻഡിവിജ്വൽസും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടും എൻവയോൺമെൻറ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ്. കോൺസ്റ്റൻ്റ്ലി നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളെയും പരിസ്ഥിതിയും നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ആൻഡ് നമ്മൾ ആക്ട് ചെയ്യുന്നത്, നമ്മുടെ ഓരോ ബിഹേവിയറിനെയും എയ്ഡ് ചെയ്യുന്നത് ഓർ ഗൈഡ് ചെയ്യുന്നത് ഓർ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഈ ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്
സിംബോളിക് ഇൻട്രാക്ഷനിസത്തിനകത്ത് വരുന്ന തിയറിസ്റ്റുകളെന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ ഈ സമൂഹത്തിൽ സദാ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സോഷ്യൽ ആക്ഷൻസിൽ ഇൻവോൾവ് ആണ്. പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പല കൾച്ചറിൻ്റെ ഭാഗമാവുന്നു, നമ്മൾ പല വാല്യൂസിനെ ഇംബൈബ് ചെയ്യുന്നു. അത്തരത്തിൽ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് എന്നും ഓരോ വ്യക്തികളും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഈ പരിസ്ഥിതിയെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ഓരോ ആക്ഷൻസും നമ്മുടെ ഈ ഇൻ്റർപ്രിട്ടേഷൻസിനനുസരിച്ചായിരിക്കും ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് സിംബോളിക് ഇൻട്രാക്ഷനിസത്തിനകത്ത് വരുന്ന തിയറിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇവർ പ്രധാനമായിട്ടും രണ്ട് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകളാണ് പറയുന്നത്. ഒന്ന് ഡെഫിനിഷൻ ഓഫ് ദി സിറ്റുവേഷൻ ആണ്. സോ ഡെഫിനിഷൻ ഓഫ് ദി സിറ്റുവേഷൻ എന്ന് പറയുമ്പം ആൾക്കാരുടെ ആക്ഷൻസ്, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓരോ ആക്ഷൻസിനെയും ഷേപ്പ് ചെയ്യുന്നത് നമ്മുടെ സബ്ജക്റ്റീവ് മീനിങ്സ് ആയിരിക്കും. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷന് കൊടുക്കുന്ന സബ്ജക്റ്റീവ് മീനിങ്സ് ആയിരിക്കും എന്നാണ് അതിനകത്ത് വന്ന് ഫസ്റ്റ് കോൺസെപ്റ്റായ ഡെഫിനിഷൻ ഓഫ് ദി സിറ്റുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നെ ചില സബ്ജക്റ്റീവ് ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് സിംബോളിക് ഇൻട്രാക്ഷൻസിൻ്റെ പറയുന്നത്. സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് എന്നും ആ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ സോഷ്യൽ പ്രോസസ്സിൽ ഓരോ ഇൻഡിവിജ്വൽസും നമ്മുടെ സമൂഹത്തിനെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അത് സബ്ജക്റ്റീവാണ്. ഓരോ വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ചെല്ലുമ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നില്ല മറ്റൊരാൾ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സാമൂഹിക ചുറ്റുപാടിനെ വിലയിരുത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ സബ്ജക്റ്റീവായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ വേൾഡിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നും ആ സബ്ജക്റ്റീവ് മീനിങ് ആണ് നമ്മുടെ ഓരോ ആൾക്കാരുടെയും സോഷ്യൽ ആക്ഷൻസിനെ ഷേപ്പ് ചെയ്യുന്നത് എന്നുമാണ് ഫസ്റ്റ് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ സെൽഫാണ്. സോ സോഷ്യൽ സെൽഫ് എന്ന് പറയുമ്പോൾ അതൊരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഐ ആൻഡ് മീ. അതായത് ഐയും മീൻ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് സോഷ്യൽ സെൽഫിനകത്ത് പറയുന്നത്. അതായത് നമ്മളൊരു സൊസൈറ്റിക്ക് അകത്ത് എങ്ങനെയാണ്, ഒരു ഗ്രൂപ്പിനകത്ത് ഞാൻ എങ്ങനെയാണ് ആൻഡ് മൈ സെൽഫിൽ ഞാൻ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നതാണ് ഒരു സോഷ്യൽ സെൽഫ് എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ എന്തായിരിക്കും പലപ്പോഴും ഇംപ്രഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. ആൻഡ് വിതിൻ നമ്മൾ ഐ ആൻഡ് മീ എന്ന് പറയുമ്പോൾ വിതിൻ എ ഗ്രൂപ്പ് ആൻഡ് ഔട്ട്സൈഡ് ദ ഗ്രൂപ്പാണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സിംബോളിക് ഇൻട്രാക്ഷനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചിനാണ് അവിടെ ഇമ്പോർട്ടൻസ് ഓർ ഇംപ്ലിക്കേഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ സിംബോളിക് ഇൻട്രാക്ഷൻസ് എന്ന് പറയുമ്പം സോഷ്യൽ ലൈഫിനെ ഒരു പ്രോസസ്സായിട്ടാണ് കാണുന്നത്. ആ പ്രോസസ്സിനകത്ത് ഓരോ വ്യക്തികളും അവർ ജീവിക്കുന്ന എൻവയോൺമെൻറ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ സോഷ്യൽ ആക്ഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്ന ഓരോ ആക്ഷൻസും ഈ ഇൻ്റർപ്രിട്ടേഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്നാണ് പറയുന്നത്. പ്രധാനമായും രണ്ട് കൺസെപ്റ്റുകളാണ് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻസിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഒന്ന് സോഷ്യൽ സെൽഫാണ്. അതായത് ഒരു പ്രോസസ്, ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഐ ആൻഡ് മീ. ഒരു ഗ്രൂപ്പിൽ നമ്മൾ എങ്ങനെയാണ് ആൻഡ് ഔട്ട്സൈഡ് ദ ഗ്രൂപ്പിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഐ ആൻഡ് മീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊന്നാണ് ഡെഫിനിഷൻ ഓഫ് ദി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ ഓഫ് ദി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ആൾക്കാരുടെയും ആക്ഷൻസ്, ഓരോ വ്യക്തികളുടെയും ആക്ഷൻസിനെ ഷേപ്പ് ചെയ്യുന്നത് നമ്മളെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷന് കൊടുക്കുന്ന സബ്ജക്റ്റീവ് മീനിങ് ആയിരിക്കും. അതിന് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ നീഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ, വിഷ്, കസ്റ്റംസ്, ബിലീഫ്സ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഫ്രെയിം ചെയ്യുന്നതാണ് പറയുന്നത്. ഓരോ സിറ്റുവേഷനും നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ മൂല്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ ഓരോ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് സിംബോളിക് ഇൻട്രാക്ഷനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. സോ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനാണ്. സോ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റാൻഡമായിട്ട് ന്യൂമറിക്കൽ ബേസിസിലായിരിക്കില്ല ക്വാളിറ്റേറ്റീവ് റിസർച്ചുകൾ സാധാരണയായിട്ടും കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സോഷ്യൽ സെറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂവിനെ കുറിച്ചോ നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യുന്നത് അതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തായിരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത് എഴുതുന്നത്. സോ അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ സെറ്റിങ്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂസ് ഒക്കെ ആവും, അതിനെ എന്താണ് നമ്മൾ എഴുതും. ലൈക്ക്വൈസ് അതുപോലെ തന്നെ നമ്മുടെ ഫൈൻഡിങ്സിനെ എല്ലാത്തിനെയും നമ്മൾ ത്രൂ വേർഡ്സിലൂടെ ക്വാണ്ടിഫൈ ചെയ്ത് എഴുതുന്നതിനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കൾച്ചറൽ, സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഷേപ്പ് ദ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ. ഒരു പാർട്ടിസിപ്പൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റയെ നമ്മൾ റിസർച്ചുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന സോഷ്യലും കൾച്ചറലും ഹിസ്റ്റോറിക്കലും ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾക്ക് കൂടി എംഫസിസ് കൊടുക്കുന്ന ഒന്നാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ വ്യക്തികളെ ഷേപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരിക്കാം,
അതുപോലെ നമുക്ക് കിട്ടുന്ന ഡേറ്റ, ഈ ഒരു ഡേറ്റയൊക്കെ സ്വാധീനിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിപ്പോൾ കൾച്ചറൽ ഫാക്ടർ ആവാം, ഹിസ്റ്റോറിക്കൽ ഫാക്ടർ ആവാം, സോഷ്യൽ ആവാം. ഇങ്ങനെയുള്ള ഈ കോണ്ടെക്സ്റ്റുകൾക്ക് കൂടി എംഫസിസ് കൊടുക്കുന്ന ഒന്നാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ അതാണ് എൻ്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്നാമത്തെന്ന് പറയുമ്പോൾ ഡൈനാമിക് സോഷ്യൽ ലൈഫ്. ഡൈനാമിക് സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സോഷ്യൽ ലൈഫിൻ്റെ സ്റ്റാറ്റിക് ടേംസ്, അതായത് ഇങ്ങനെ ഒരു ചേഞ്ചും ഇല്ലാതെ ഒരേപോലെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനല്ല ക്വാളിറ്റേറ്റീവ് റിസർച്ച് കൂടുതലായിട്ടും എയിം ചെയ്യുന്നത്. അതിനെ ഒരു സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നതിന് ഒരു സീരീസ് ഓഫ് ഇവൻ്റ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓരോ കാലഘട്ടത്തിലും വരുന്ന മാറ്റങ്ങൾ, ചേഞ്ചസിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന റിസർച്ച് സ്റ്റഡീസ് ആയിരിക്കും കൂടുതലായിട്ടും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് ഫ്ലെക്സിബിൾ ആൻഡ് ലാക്ക് ഓഫ് സ്ട്രക്ചർ. വളരെ ഓപ്പൺ ആയിട്ടുള്ളതും അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ളതുമായ ഒരു റിസർച്ചാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻ്റർവ്യൂ മെത്തേഡ്സ് ആയിക്കോട്ടെ എല്ലാം കുറച്ചും കൂടി നമുക്ക് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്. ഭയങ്കര റിജിഡ് ആയിട്ട് പോകുന്ന ഒരു ഇതല്ല, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താം, നമുക്ക് പുതിയ മെത്തേഡ്സ് ഇൻകോപ്പറേറ്റ് ചെയ്യാം, നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യാം. അത്തരത്തിൽ ഫ്ലെക്സിബിൾ ആണ്. ആൻഡ് അതുപോലെ തന്നെ ഭയങ്കര ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒന്നുമല്ല ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തിയറീസ് ആൻഡ് കൺസെപ്റ്റ് ആണ്. ഇവിടെ നമ്മുടെ ഒരു ഫോർമുലേഷൻ ഓഫ് തിയറീസ് ഇൻ ദ ബിഗിനിങ്, ആദ്യം തന്നെ ഒരു തിയറിയെ ഫോർമുലേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു രീതി ക്വാളിറ്റേറ്റീവ് റിസർച്ചിനില്ല. നമ്മുടെ ഫീൽഡിൽ കിട്ടുന്ന ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു തിയറിയെ ടെസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ച് പൊതുവെ ശ്രമിക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ ഒരു സോഷ്യൽ സെറ്റിങ്ങിനെ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. രണ്ട്, കോണ്ടെക്സ്റ്റ് ആണ്. അതായത് നമ്മുടെ ഡേറ്റയെ അല്ലെങ്കിൽ ഒരു റിസർച്ചറിനെ നമ്മുടെ പാർട്ടിസിപ്പൻറ്റിനെ ഷേപ്പ് ചെയ്യുന്ന കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്റ്റുകൾക്ക് അവിടെ ഒരു പ്രോമിനൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻ കൂടി മനസ്സിലാക്കുന്ന ഒന്നാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഇസ് ഡൈനാമിക് സോഷ്യൽ ലൈഫ്. കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്റ്റാറ്റിക് ആയിട്ട് പോകുന്ന ഒരു സോഷ്യൽ ലൈഫിനെ ഇവിടെ കൺസിഡർ ചെയ്യാറില്ല, ചേഞ്ചിനെയാണ് ഇവിടെ എംഫസിസ് ചെയ്യുന്നത്. ദെൻ ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ എന്താണ് ലാക്ക് ഓഫ് സ്ട്രക്ചർ, റിജിഡ് ആയിട്ടുള്ള ഒന്നല്ല നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒന്നുമല്ല, ഓപ്പണും അൺസ്ട്രക്ചേർഡും ആയിരിക്കും ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇസ് തിയറി ആൻഡ് കൺസെപ്റ്റ് ആണ്. തിയറി ആൻഡ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു തിയറിയുടെ ഫോർമുലേഷനിൽ ഫോക്കസ് ചെയ്യുന്നില്ല. അത് ഫീൽഡിലുള്ള ഡേറ്റാസിൻ്റെ അടിസ്ഥാനത്തിൽ തിയറീസിനെ ടെസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചാണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ നാച്ചുറൽ സയൻസ് മെത്തേഡ് വെച്ച് അല്ലെങ്കിൽ ആ മെത്തേഡിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചുകളെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് വിളിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ ക്വാളിറ്റേറ്റീവ് പഠിച്ചപ്പോൾ പറഞ്ഞു പോസിറ്റിവിസത്തിനെ റിജക്റ്റ് ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. എന്നാൽ പോസിറ്റിവിസത്തിലൂടെ, അതായത് ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സിലൂടെ മാറ്റർ എങ്ങനെ സ്റ്റഡി ചെയ്യുന്നോ അതുപോലെ മനുഷ്യനെയും സ്റ്റഡി ചെയ്യാം എന്ന ഒരു സ്റ്റാൻഡിലൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചുകളെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് വിളിക്കുന്നത്. പ്രീവിയസ്ലി നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെ അനാലിസിസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഡർക്കീമിൻ്റെ അനാലിസിസ് ഓഫ് സൂയിസൈഡ് എന്ന് പറയുന്നത്. ദെൻ ഇതിന് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് സർവേ റിസർച്ച് ആണ്. സർവേ റിസർച്ച് പൊതുവേ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റനെയർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ആ ക്വസ്റ്റനെയർ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചധികം റെസ്പോണ്ടൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അവരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസിനെ നമ്മൾ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഡേറ്റാസിനെ സോർട്ട് ചെയ്യുന്നതാണ് എന്ത്, സർവേ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്ര യെസ് റെസ്പോൺസ്, നമ്പർ ഓഫ് യെസ് റെസ്പോൺസ് എത്ര, നമ്പർ ഓഫ് നോ റെസ്പോൺസ് എത്ര, ഇങ്ങനെയുള്ളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കലി അനാലിസിസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. സോ അത്തരത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലൂടെ പ്രൊസീഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതിൻ്റെ ഉദാഹരണമാണ് സർവേ റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രീവിയസ്ലി നേരത്തെ തന്നെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയെ ഒന്നുകൂടി അനലൈസ് ചെയ്യുന്നു. ഈ സെയിം മെത്തേഡാണ് ഡർക്കീം അദ്ദേഹത്തിൻ്റെ അനാലിസിസ് ഓഫ് സൂയിസൈഡിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ എംപ്ലോയ് ചെയ്യുന്നത് സ്ട്രക്ചറൽ ഒബ്സർവേഷൻ ആയിരിക്കും. ഈ സ്ട്രക്ചറൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു ഷെഡ്യൂളിനനുസരിച്ച് പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളതായിരിക്കും. ആൻഡ് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽ അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നത്.
വേർഡ്സിലൂടെ അല്ല നമ്മളൊരു സോഷ്യൽ ഇവൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. ഇത്ര പേരാണ് യെസ് പറഞ്ഞത് അല്ലെങ്കിൽ ഇത്ര പേരാണ് നോ പറഞ്ഞത് എന്നുള്ള ആ ന്യൂമറിക്കൽ ടേംസിൽ നമ്മൾ എടുക്കുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് പോസിറ്റിവിസം ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പോസിറ്റിവിസം എന്താണെന്നുള്ളത്. അപ്പോൾ ആ പോസിറ്റിവിസത്തിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാറ്റർ സ്റ്റഡി ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് മാനിനെയും മാൻ്റെ ബിഹേവിയറും ഒബ്ജക്റ്റീവ്ലി സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ എന്താണ് മാറ്ററിന് ടെമ്പറേച്ചർ എന്നും വെയിറ്റ് എന്നും ഒക്കെ ക്വാണ്ടിറ്റീസ് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ മാൻ്റെ ബിഹേവിയറിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടേംസ് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഒബ്ജക്റ്റീവായിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലും യൂസ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളെ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റേറ്റീവ്ലി മാർക്ക് ചെയ്ത് എടുക്കും. നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ചാൻസ്, ഇപ്പോൾ ഒരു ക്വസ്റ്റിന് യെസ് ഓർ നോ എന്നുള്ളൊരു റെസ്പോൺസ് മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ റേറ്റിംഗ് സ്കെയിലിൽ നമ്മൾ എത്രത്തോളം അതിനെ ആ ഒരു അഭിപ്രായത്തെ റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല, ക്വസ്റ്റ്യൻ ടു ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് പറയുന്നത് കൊണ്ട് തന്നെ വളരെ വസ്തുനിഷ്ഠമായിട്ട് മനുഷ്യൻ്റെ ബിഹേവിയറിനെ പഠിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡായിട്ടാണ് പോസിറ്റിവിസ്റ്റുകൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കണക്കാക്കുന്നത്. ആൻഡ് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ബിഹേവിയറിനെ മാത്രമേ ഇവിടെ പഠിക്കുകയുള്ളൂ. അതായത് മനുഷ്യൻ്റെ ഫീലിങ്സ് പോലുള്ള കാര്യങ്ങൾക്കൊന്നും ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഡയറക്റ്റ്ലി ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനിനെ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് വെരിഫൈഡ് ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തിയറീസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ പറഞ്ഞ തിയറീസിനെ ഫ്രെയിം ചെയ്യുകയല്ല ചെയ്യുന്ന, ഡേറ്റാസിൻ്റെ അടിസ്ഥാനത്തിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ എന്ത് ചെയ്യാണ്, പുതിയ തിയറീസിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവിലേക്ക് വരുമ്പോൾ വെരിഫൈഡ് ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ തിയറീസിനെ ഫ്രെയിം ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. സോ ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന നാച്ചുറൽ സയൻസ് മെത്തേഡാണ്, ന്യൂമറിക്കൽ ഡേറ്റാസ് ആണ്. ഉദാഹരണം സർവേ റിസർച്ച് ആണെന്ന് പറഞ്ഞു. പ്രീവിയസ്ലി നമ്മുടെ കയ്യിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെ അനാലിസിസ് ആണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പ്രീഡിറ്റർമിൻ ഷെഡ്യൂളിനെ അനുസരിച്ചായിരിക്കും വരുന്നത്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ അനാലിസിസ് ആയിരിക്കും ഇതിനകത്ത് സംഭവിക്കുന്നത്. അതിൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് പോസിറ്റിവിസം ആണ്. ദെൻ പോസിറ്റിവിസത്തിൻ്റെ അസംഷൻസ് ആണ് പറഞ്ഞത്. അതായത് മാറ്ററിനെ സ്റ്റഡി ചെയ്യുന്ന പോലെ തന്നെ മനുഷ്യനെയും സ്റ്റഡി ചെയ്യാം. ദെൻ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ഡയറക്റ്റ്ലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിലൂടെ പഠിക്കാനായിട്ട് പറ്റുന്ന. ഫീലിങ്സ് പോലുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതാണോ പ്രശ്നം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുമ്പം ചിലപ്പം ഒരു 100 റെസ്പോണ്ടൻസ് എടുക്കുന്നതിൽ 70 പേരും എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ്റെ കുറവാണ് അൺഎംപ്ലോയ്മെൻറ്റിന് കാരണമെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റാസിൻ്റെ ഈ മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെന്ന് പറയുന്നു, ഇതാണ് റീസൺ എന്ന് പറയാം. പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിലേക്ക് പോവാതെ വളരെ ഡയറക്റ്റ്ലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുന്ന ഒന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ വെരിഫൈഡ് ആയിട്ടുള്ള ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ തിയറീസിനെ ഫ്രെയിം ചെയ്യുന്ന ഒന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് പ്രീ ഒക്കുപ്പേഷൻസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ആൻഡ് ദെയർ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. സോ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു റിസർച്ചിൻ്റെ സെൻട്രൽ ഫോക്കസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒരു കോസൽ എക്സ്പ്ലനേഷൻസും അല്ലെങ്കിൽ ഒരു കോസൽ പ്രോസസ്സും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റിസർച്ചർ ഈ കൺസെപ്റ്റിനെ വിത്ത് വൺ അനദർ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ സോഷ്യൽ സ്ട്രക്ചറിനെ പല സോഷ്യൽ ക്ലാസ്സസ് ആയിട്ടും കാസ്റ്റുകളുടെയും റിലീജിയൻ്റെയും അതുപോലെ റേസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ സോഷ്യൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ കുറിച്ച് നമ്മൾ എന്തിനെ കുറിച്ചാണോ സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത് അതായിരിക്കും നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് മറ്റൊന്നുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് റിസർച്ചറിന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കണം. അത് സൊസൈറ്റിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു വലിയ കൺസെപ്റ്റാണ്. ആ സോഷ്യൽ സ്ട്രക്ചറിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കാസ്റ്റ് എന്നും റേസ് എന്നും ജെൻഡറിൻ്റെയും അതുപോലെ റിലീജിയൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുമ്പോൾ അതിനകത്ത് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന വേറെ വേറെ കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അത്തരത്തിൽ ഓരോ കോൺസെപ്റ്റുകളും ക്ലിയർ ആയിട്ട് അത് ഏത് ജോണറിലാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഹൈപ്പോത്തസിസ് നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ
അടിസ്ഥാനത്തിലായിരിക്കണം ഈ കൺസെപ്റ്റുകൾ മെഷറബിൾ ആയിരിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റിനെ നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കണം. ആൻഡ് ക്വസ്റ്റനെയറിലൂടെയും സ്ട്രക്ചേർഡ് ഒബ്സർവേഷനിലൂടെയൊക്കെ ആയിരിക്കും സാധാരണയായിട്ട് നമ്മൾ ഈ കൺസെപ്റ്റുകളെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചിൻ്റെ ഏറ്റവും ഫോക്കസ് ആണ്. ഒരു കോസൽ പ്രോസസ്സ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസർച്ചറിന് കൺസെപ്റ്റുകൾ തമ്മിൽ അസോസിയേറ്റ് ചെയ്യാനായിട്ട് കഴിയണം. അതുകൊണ്ടാണ് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിനെ പല ക്ലാസ്സുകളായിട്ടും ഗ്രൂപ്പുകളായിട്ടും കാസ്റ്റിൻ്റെയും റിലീജിയൻ്റെയും ബേസിസിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ വാട്ട് ഈസ് ദി തിങ് യു ആർ ഗോയിങ് ടു ലേൺ സ്റ്റഡി അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണോ അത് ക്ലിയർ ആയിരിക്കണം. അത് അതിൻ്റെ സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ആൻഡ് സോഷ്യൽ കണക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മെഷറബിളും ആയിരിക്കണം. ഒരു വലിയ ഒരു കൺസെപ്റ്റിനെ ചെറിയ മൈന്യൂട്ട് ആയിട്ട് അത് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സോഷ്യൽ ഇവിൾസ് എന്ന് പറയുമ്പം സോഷ്യൽ ഇവിൾസ് അനാചാരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പ്രോബ്ലമാണ്. അതിനുള്ളിൽ തന്നെ എന്തൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളായിരിക്കും വരുന്നത്. ഇപ്പം സോഷ്യൽ ഇവൽസ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരാം അതിനകത്ത്, അല്ലെങ്കിൽ എന്താണ് മറ്റേ കാസ്റ്റ് റിഡൻ ആയിട്ടുള്ള സൊസൈറ്റിയിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കാം, വിമൻ എംപവർമെൻ്റ് ആയിരിക്കാം, പല പ്രോബ്ലംസ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരും. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ എസെൻഷ്യലാണ്. സോ അതാണ് കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് കൺസെപ്റ്റ് ഷുഡ് ബി മെഷറബിൾ ആസ് വെൽ. രണ്ടാമത് പറയുന്ന ഒന്നാണ് കോസാലിറ്റി. കോസാലിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കോസാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്ന് മറ്റൊന്നിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. ഇപ്പം വിമൻ എംപവർമെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ വിമൻ എംപവർമെൻറ്റിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ടുള്ള അങ്ങനെ ഒരു വേരിയബിൾ. ഇപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്, വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്നത് മറ്റൊരു വേരിയബിളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെ കണക്റ്റ് ആയിരിക്കുന്നു, എഡ്യൂക്കേഷൻ കൂടുമ്പോൾ വിമൻ എംപവർമെൻറ്റ് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ അത് കുറയുന്നുണ്ടോ, ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതാണ് കോസാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോസാലിറ്റി ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയില്ലേ അവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ജനറലൈസേഷൻ. ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ലാർജർ പോപ്പുലേഷനിൽ നമുക്ക് കിട്ടുന്ന ഡേറ്റയെ അപ്ലൈ ചെയ്യണം. അതായത് നമുക്ക് ഒരു പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സാമ്പിൾ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കണ്ടക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു ചെറിയ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ആ സാമ്പിൾ ഡേറ്റയെ ജനറലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ജനറലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 100 പേരെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ 100 പേരിൽ നിന്നും പിന്നീടുള്ള എല്ലാ സ്ത്രീകളുടെ അല്ലെങ്കിൽ എല്ലാ എംപവർമെൻറ്റുമായിട്ട് വിമൻ എംപവർമെൻറ്റുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതായത് ഒരു സാമ്പിളിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസസ് മറ്റൊരു ലാർജർ പോപ്പുലേഷനിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജനറലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു സോഷ്യൽ സെറ്റിങ്സിലായിരിക്കില്ലേ ഒരു ഇവൻറ്റ് പഠിക്കുന്നത്. ഇപ്പം നമ്മൾ വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പം കോളേജ് സ്റ്റുഡൻസിനെ ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരിൽ കിട്ടുന്ന അതേ കാര്യം തന്നെ ഹൗസ് വൈഫ്സിൽ എങ്ങനെ കിട്ടും. അതായത് രണ്ട് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റുകളാണ്. വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ 2 കോണ്ടെക്സ്റ്റുകളിലായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം കോളേജ് വിദ്യാർത്ഥികൾ പറയുന്ന അതേ കാഴ്ചപ്പാടായിരിക്കണം എന്നില്ല വീട്ടമ്മമാർ പറയുന്നത്. അപ്പോൾ അതിനെയാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ്സ് മറ്റൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആവുന്നു എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അവിടെയും അത് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വിമൻ എംപവർമെൻറ്റ് നമ്മൾ കോളേജ് സ്റ്റുഡൻസിൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന അതേ ഡേറ്റ തന്നെയാണോ ഹൗസ് വൈഫ്സിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും കിട്ടുന്നത് എന്നറിയുന്നതിനെയാണ് റെപ്ലിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഫൈൻഡിങ്സ് മറ്റൊരു കോണ്ടെക്സ്റ്റിലും ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസം ആണ്. സോ ഇൻഡിവിജ്വലിസം എന്ന് പറയുമ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഓരോ ഇൻഡിവിജ്വൽസിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഓരോ ഇൻഡിവിജ്വലിനെയും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സാമ്പിളിൽ 100 സാമ്പിളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ സാമ്പിൾ തരുന്ന ഡേറ്റയ്ക്കും വാലിഡിറ്റിയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും ഉണ്ട്. ഓരോരുത്തർ പറയുന്ന അഭിപ്രായവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫൈൻഡിങ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അതിനാണ് ഇൻഡിവിജ്വലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ ദ പ്രീഓക്യുപ്പേഷൻസ് യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റും മെഷർമെൻറ്റും ആണ്.
സോ നമുക്ക് ഈ പ്രീ ഒക്കുപ്പേഷൻസ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. സോ സമ്മറൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് കോൺസെപ്റ്റ് ആൻഡ് ദെയർ മെഷർമെൻ്റ് ആണ്. കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റിസർച്ചിൻ്റെ സെൻട്രൽ ഫോക്കസിനെയാണ് നമ്മൾ കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അസോസിയേഷൻസ് മേക്ക് ചെയ്യാനായിട്ട് റിസർച്ചറിന് കഴിയണം എന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ മെഷർ ചെയ്യാൻ ഡയറക്ട്ലി മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ കൺസെപ്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് കോസാലിറ്റി ആണ്. കോസാലിറ്റി എന്ന് പറയുമ്പോൾ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഒന്ന് മറ്റൊന്നിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. ദെൻ ജനറലൈസേഷൻ ആണ്. ഒരു ലാർജർ പോപ്പുലേഷനിലേക്ക് നമുക്ക് കിട്ടുന്ന ഡേറ്റയെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ ഇൻഫറൻസസ് ഉണ്ടാക്കുന്നു ബേസ്ഡ് ഓൺ എ സാമ്പിൾ ഡേറ്റ, അതിനെയാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ റെപ്ലിക്കേഷൻ, അതായത് ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ച കാര്യം മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ ഇസ് ഇൻഡിവിജ്വലിസം. ഓരോ ഇൻഡിവിജ്വൽസും പ്രൈം ഫോക്കസിൽ വരുന്ന ഒരു റിസർച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഓരോ ഇൻഡിവിജ്വലിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സോഷ്യൽ റിസർച്ച് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കി, എന്താണ് റിസർച്ച് എന്നുള്ള കാര്യം പറഞ്ഞു. then അതിനുശേഷം നമ്മൾ അതിൻ്റെ ചില ചെറിയ ക്യാരക്ടറിസ്റ്റിക്സും ചില തിയററ്റിക്കൽ ഇംപ്ലിക്കേഷൻസും അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സും ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് കോമൺ സെൻസും അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസും ഒക്കെ ഓൾട്ടർനേറ്റീവ്സ് ടു സോഷ്യൽ റിസർച്ച് ആകുന്നതെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. then അതിനുശേഷം ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലേക്ക് വന്നു. അപ്പോൾ അതിനകത്തുള്ള തിയററ്റിക്കൽ ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.